മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം സത്യസന്ധത എന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലും അതിന്റെ ഉടമകളും സ്വന്തം കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ നിയമവ്യവസ്ഥയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധി. റിപ്പോർട്ടർ TV ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി മാധ്യമ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. കേരളത്തെ നടുക്കിയ മുട്ടിൽ മരമുറി കേസ്, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് റിപ്പോർട്ടർ TVയുടെ ഉടമകളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ. തങ്ങൾക്കെതിരായ ഈ കേസുകളെക്കുറിച്ചുള്ള വാർത്തകൾ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായാണ് ഇവർ ബംഗളൂരു കോടതിയെ സമീപിച്ചത്. കേരളത്തിലെ കോടതികളിൽ നിന്നും അനുകൂലമായി വിധി ലഭിക്കില്ലെന്ന ബോധ്യമുള്ളതിനാലാവാം ഇവർ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കോടതിയെ തിരഞ്ഞെടുത്തത്. തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വസ്തുതകൾ പൂർണ്ണമായി മറച്ചുവെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ് തുടങ്ങിയ 18ഓളം പ്രമുഖ മാധ്യമങ്ങൾക്കെതിരെ ഇവർ ഹർജി നൽകി. ഹർജിയിൽ പ്രാഥമികമായി വാദം കേട്ട കോടതി എതിർകക്ഷികളുടെ ഭാഗം കേൾക്കാതെ തന്നെ ഒരു എക്സ് പാർട്ടി ഇടക്കാല ഉത്തരവ് നൽകുകയും ചെയ്തു. ഇതിന്റെ ബലത്തിൽ തങ്ങൾക്കെതിരായ 900-ലധികം വാർത്താ ലിങ്കുകൾ ഇവർ നീക്കം ചെയ്യിപ്പിച്ചു. ഈ കേസിൽ റിപ്പോർട്ടർ ഉടമകൾ നേരിട്ട ഏറ്റവും വലിയ അപമാനം കോടതി മുറിയിൽ സ്വന്തം അഭിഭാഷകൻ അവരെ തള്ളി പറഞ്ഞതാണ്. തന്റെ കക്ഷികൾ കേരളത്തിൽ ഇത്രയും അധികം തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണെന്ന വിവരം തന്നിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സാങ്കേതികമായി തന്നെയും കക്ഷികൾ കബളിപ്പിച്ചുവെന്ന അദ്ദേഹത്തിന്റെ വാദം നിയമവൃദ്ധങ്ങളെ അത്ഭുതപ്പെടുത്തി. ഒരു അഭിഭാഷകനും തന്റെ കക്ഷിയെക്കുറിച്ച് ഇത്തരമൊരു നിലപാട് കോടതിയിൽ സ്വീകരിക്കാറില്ല. എന്നാൽ റിപ്പോർട്ടർ ഉടമകളുടെ പ്രവൃത്തി അത്രമേൽ വഞ്ചനാപരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അദ്ദേഹം ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. സത്യാവസ്ഥ അറിയാതെയാണ് താൻ ഹർജി ഫയൽ ചെയ്തതെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചത് ചാനൽ ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി. വാർത്താവിലക്ക് ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ടർ TV ഉടമകൾ നൽകിയ അപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. നീതിന്യായ പ്രക്രിയയുടെ കടുത്ത ദുരുപയോഗമാണ് ഇവിടെ നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാർ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലം കോടതിയിൽ നിന്ന് ബോധപൂർവം മറച്ചുവെച്ചു. ഇത് കോടതിയെ കബളിപ്പിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെട്ടത്. കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിനും ദുരുദ്ദേശപരമായ നിയമ നടപടികൾ സ്വീകരിച്ചതിനും ഹർജിക്കാർക്ക് 10,000 രൂപ പിഴ ചുമത്തി. തുക ചെറുതാണെങ്കിലും ഇതിലൂടെ കോടതി നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. യാതൊരു കാരണവുമില്ലാതെ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചത് ഹർജിക്കാരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി. റിപ്പോർട്ടർ ഉടമകളുടെ ഈ നീക്കത്തിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ശക്തമായ നിയമ പോരാട്ടമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതും. റിപ്പോർട്ടർ ഉടമകൾക്കെതിരായ കേസുകളുടെ FIR-കൾ, ചാർജ് ഷീറ്റുകൾ, വിവിധ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ ആധികാരികത തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഏഷ്യാനെറ്റ് കോടതിയിൽ ഹാജരാക്കി. താൽക്കാലികമായി ലഭിച്ച ഒരു ഉത്തരവ് ഉപയോഗിച്ച വാർത്തകൾ സ്ഥിരമായി നീക്കം ചെയ്യാൻ റിപ്പോർട്ടർ TV മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ചത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഏഷ്യാനെറ്റിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത് കോടതി ശരിവെക്കുകയും ചെയ്തു. റോജി അഗസ്റ്റിനും സഹോദരങ്ങളും കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ കേസ് വയനാട് മുട്ടിൻ മരമുറിയാണ്. പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടാക്കി ഈ കേസിൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ അനധികൃതമായി കടത്തിയെന്നാണ് ആരോപണം. ഇതിനു പുറമെ മാംഗോ ഫോൺ എന്ന പേരിൽ മൊബൈൽ ഫോൺ നൽകുമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസും നിലവിലുണ്ട്. തങ്ങൾ നടത്തുന്ന ചാനലിന്റെ ലേബൽ ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും പൊതുസമൂഹത്തിൽ നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ കുറ്റകൃത്യങ്ങൾ വാർത്തയാകുന്നത് തടയാനാണ് അവർ ബംഗളൂരുവിലെ സിവിൽ കോടതിയെ ശരണം പ്രാപിച്ചത്. ബംഗളൂരു കോടതിയുടെ വിധിയിൽ ഏറ്റവും നിർണായകമായത് നീക്കം ചെയ്ത എല്ലാ വാർത്താ ലിങ്കുകളും പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ്. 2025 ഒക്ടോബറിൽ കോടതി നൽകിയ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് പൊതുമാധ്യമത്തിൽ നിന്നും അപ്രതീക്ഷിതമായ 900-ലധികം വാർത്തകൾ ഒരാഴ്ചയ്ക്കകം തിരികെ കൊണ്ടുവരണം. ഇതിലൂടെ തടയപ്പെട്ട വാർത്താ പ്രവാഹം വീണ്ടും സജീവമാകും. മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള 18 മാധ്യമങ്ങൾക്കും ഇത് വലിയൊരു വിജയമാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെ വാർത്താ സ്വാതന്ത്ര്യത്തിന് വിലങ്ങി വെക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും വിരോധാഭാസമാണ്. സത്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്നിരിക്കെ സ്വന്തം ചാനലിനെ മറയാക്കി തങ്ങളുടെ അഴിമതി വാർത്തകൾ മുക്കാൻ ഇവർ കാണിച്ച ശുഷ്കാതി മാധ്യമധർമ്മത്തിന് വിരുദ്ധമാണ്. കോടതിയുടെ ഈ വിധിയും മാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് ചരിത്രത്തെ മായ്ച്ചു കളയാനാവില്ലെന്ന സന്ദേശമാണിത്. ബംഗളൂരു സിവിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് മനോരമ ന്യൂസ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തതും റിപ്പോർട്ടർ ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി. സിവിൽ കോടതിയിലെ നടപടികൾ ദുരുദ്ദേശപരമാണെന്ന് ഹൈക്കോടതിയിലും പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതോടെയാണ് ഹർജി പിൻവലിച്ച് തടിയൂരാൻ റിപ്പോർട്ടർ ഉടമകൾ ശ്രമിച്ചത്. എന്നാൽ ആ പിൻവാങ്ങൽ പോലും കോടതിയുടെ വിമർശനത്തിനും പിഴയ്ക്കും കാരണമായി. ബംഗളൂരു കോടതിയിലെ ഈ പരാജയം അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് കേരളത്തിലെ കേസുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം അവരുടെ ക്രെഡിബിലിറ്റിയെ സാരമായി ബാധിക്കും. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്ന സാഹചര്യത്തിൽ ഈ വിധി അവർക്കെതിരായ പൊതുവികാരത്തെ കൂടുതൽ ശക്തമാക്കും. സത്യത്തെ മൂടിവെക്കാൻ കോടതികളെ ആയുധമാക്കുന്നവർക്കുള്ള വലിയൊരു താക്കീതാണ് ബംഗളൂരു കോടതിയുടെ ഈ ഉത്തരവ്.
ഒരു മാധ്യമ ചാനൽ സ്വന്തമാക്കിയത് കൊണ്ട് ഒരാളും നിയമത്തിന് മുകളിൽ ആകുന്നില്ല. പത്രസ്വാതന്ത്ര്യം എന്നാൽ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനുള്ള ലൈസൻസ് അല്ല. അഗസ്റ്റിൻ സഹോദരങ്ങൾ നേരിട്ട ഈ നിയമപരമായ പ്രഹരം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തും. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തുന്ന ആ 900 വാർത്താ ലിങ്കുകൾ റിപ്പോർട്ടർ ഉടമയുടെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ വീണ്ടും തുറന്നു കാട്ടും.